രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം എപ്പോൾ ബ്രഷ് ചെയ്യാം? ചിലരൊക്കെ ഉണ്ടല്ലോ, ഭക്ഷണം കഴിച്ച് നേരെ ഓടിപ്പോയി പല്ല് തേക്കാൻ വേണ്ടി. പക്ഷെ അത് ചെയ്യുന്നത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ അകത്ത് അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് കാണും. ആ സാധനം നമ്മളെ സർഫസിൻ്റെ മുകളിലുള്ള ഇനാമലിൻ്റെ മുകളിൽ ഡീമിനറലൈസേഷൻ, അതായത് നമ്മളെ ഇനാമലിൻ്റെ മുകളിലുള്ള അയോൺസ് ലോസ്റ്റ് ആവുന്നുണ്ടാവും. അത് സോഫ്റ്റ് ആകുമ്പോണ്ടല്ലോ നമ്മൾ ഓടിപ്പോയി ബ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വാഷ്ഡ് ഓഫ് ആവാനാണ് ചാൻസസ് കൂടുതലുള്ളത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഭക്ഷണം കഴിക്കുക, നേരെ പോയി വെള്ളം എടുത്തിട്ട് വാ കഴുകുക. വാ കഴുകി 30 മിനിറ്റിന് ശേഷം ബ്രഷ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ട് വാ കഴുകുമ്പോഴത്തേക്ക് ആ സമയം തൊട്ടിട്ട് റീമിനറലൈസേഷൻ സ്റ്റാർട്ട് ആവും. റീമിനറലൈസേഷൻ എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളെ പല്ലിൻ്റെ ഇനാമലിൻ്റെ മുകളിലുള്ള കാൽഷ്യം ഫോസ്ഫേറ്റും ഒക്കെയാണ് പോയി പോകുന്നത്. പക്ഷേ അത് നമ്മളെ സലൈവേൻ്റെ അകത്തുള്ള കാൽഷ്യം ഫോസ്ഫേറ്റ് ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള അയോൺസ് വെച്ചിട്ട് റിപ്ലനിഷ്ഡ് ആകും. അതായത് അത് തിരിച്ച് നമ്മളെ പല്ലിൻ്റെ മുകളിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തുടങ്ങും. അതാണ് റീമിനറലൈസേഷൻ പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിന് കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ടാണ് നേരെ പോയി ബ്രഷ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അല്ല, ഇത് കുറച്ച് ഫാസ്റ്റിന് ആക്കാൻ വേണ്ടിയിട്ട് P11 4 എന്ന് പറഞ്ഞിട്ടുള്ള പെപ്റ്റൈഡൊക്കെ അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്.